റിലയൻസിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് മാരുതി സുസുക്കിയുടെ പാദഫലങ്ങളായിരുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റാൻഡ് ലോൺ അറ്റാദായത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നാലാം പാദത്തിൽ 4.3% ഒരു കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, വിച്ച് ഈസ് 3711 കോടി എന്നുള്ളൊരു നിലവാരത്തിലേക്ക്. സർ, കമ്പനിയുടെ ഒരു പാദഫലം പരിശോധിക്കുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറവാണ് കാണിച്ചിരിക്കുന്നത്. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ക്വാർട്ടർലി നമ്പേഴ്സിനൊപ്പം തന്നെ വന്നിട്ടുണ്ടായിരുന്ന മാനേജ്മെന്റ് കമന്ററി ആണ്. മാനേജ്മെന്റ് കമന്ററി വരികയാണെന്നുണ്ടെങ്കിൽ രാജ്യത്തെ കാർ വാങ്ങാനുള്ള ശേഷി പ്രതിവർഷം 12 ലക്ഷം രൂപ വരുമാനമുള്ള അല്ലെങ്കിൽ 12% കുടുംബങ്ങൾക്ക് മാത്രമാണ് എന്നാണ് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് ചെയർമാൻ RC ഭാർഗവ പറഞ്ഞിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ബാക്കിയുള്ള 88%നും ചെറിയ കാർ പോലും വാങ്ങാനുള്ള ശേഷിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എസ്പെഷ്യലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ വിലയുള്ള കാറുകൾ പോലും വാങ്ങാനുള്ള ശേഷിയില്ലാത്ത 88% ആളുകൾ ഉണ്ട് എന്നുള്ളത് ഒരു പോയിന്റ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മൾ മാരുതി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് കോമൺ മാൻസ് വെഹിക്കിൾ എന്നാണ്. ആ 10 ലക്ഷം രൂപയുടെ ഒരു വെഹിക്കിൾസ്, പ്രത്യേകിച്ച് ടാക്സ് മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വന്നു കഴിയുമ്പോഴത്തേക്കും താങ്ങാനാവാത്ത ഒരു നിലയിലേക്ക് പോവുകയാണ്. എടുത്തു പറയുന്ന സമയത്ത് മാരുതിയെ സംബന്ധിച്ചിടത്തോളം ഈ ഏപ്രിൽ മുതൽ 4% ഒരു വില വർധന കൂടി കമ്പനി നടപ്പാക്കിയിട്ടുണ്ട്. നമ്മുടെ മാരുതി സുസുക്കി, അതോടൊപ്പം തന്നെ ഡിസയർ, സ്വിഫ്റ്റ്, ബലേനോ തുടങ്ങിയ കാറുകളൊക്കെ തന്നെ 10 ലക്ഷത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ അതിന് താഴെ ഉണ്ടായിരുന്ന വാഹനങ്ങളൊന്നും തന്നെ ഇപ്പോൾ ആ ഒരു കോമൺ മാൻസ് വെഹിക്കിൾ എന്നുള്ള ഒരു നിലയിലേക്ക്, ആ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നില്ല. കാരണം ഈ കാറുകളുടെ ഒക്കെ തന്നെ എക്സ്ഷോറൂം വില കേട്ടിട്ടായിരിക്കും പലരും പോകുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് റോഡിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഈ ടാക്സ് മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വരുമ്പം താങ്ങാനാകുന്നതിനപ്പുറത്തേക്ക് ചിലവ് വരികയാണ്. ഈ ഒരു മാനേജ്മെന്റ് കമന്ററി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കാണേണ്ടത്. കാരണം കമ്പനിയുടെ ഒരു വലിയ കമന്ററി ആണ് ഇത്തരത്തിൽ സെയിൽസിൽ കുറവുണ്ടാകുന്നു, ആളുകളുടെ പർച്ചേസിംഗ് കപ്പാസിറ്റിയിൽ കുറവുണ്ടാകുന്നു എന്നുള്ളത്. സാറ് ഈ ഒരു വിലയിരുത്തലിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ജാസ്മിൻ, ഞാൻ ഈ ഒരു ഒബ്സർവേഷൻ, ഈ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ഞാൻ എന്നും ജാസ്മിൻ്റെ കോംപ്ലിമെൻ്റ്, ഇതാണ് നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ടെയിൽ വിൻഡായിട്ട് നമ്മൾ പറയുന്നത് എന്താ, ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിലേക്ക് ഇൻകം ടാക്സിന് കട്ട് വരികയും ഇൻട്രസ്റ്റ് റേറ്റ് കുറയും, അതായത് ഒരു കാർ ലോൺ കുറയുക എന്ന് ആലോചിക്കുക വരുമ്പോൾ തീർച്ചയായിട്ടും ഓട്ടോമൊബൈൽ സെക്ടറിന് വളരെ പോസിറ്റീവായിട്ടാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും പാസ്റ്റ് പെർഫോമൻസും ഹിസ്റ്റോറിക്കൽ പെർഫോമൻസും അത് തന്നെയാണ് തെളിയിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഭാരതിയുടെ റിസൾട്ടിനെ സംബന്ധിച്ച് ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ക്വാർട്ടറിലോ ഏതെങ്കിലും ഒരു കൊല്ലോ ഒരു സെയിൽസിന് ഡിപ്പ് വരിക എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകളിൽ സർവ്വസാധാരണമാണ്. അതുകൊണ്ട് റിസൾട്ട് മോശമായി അല്ലെങ്കിൽ നോട്ട് അപ് ടു ദ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് കുറേയൊക്കെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാം. അതോടുകൂടി നെഗറ്റീവ്സ് ഒക്കെ അതിനകത്ത് എലിമിനേറ്റഡ് ആയി എന്നും വിശ്വസിക്കാം. ബട്ട് ഈ പറയുന്നത് ജാസ്മിൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അതിനകത്ത് RC ഭാർഗവ അതിൻ്റെ ചെയർമാൻ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ്, അതായത് അഫോർഡബിലിറ്റി. അതായത് ഇന്ത്യയിലെ കാറുകളുടെ വില എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ടാക്സ് കാരണമുള്ള വില. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു കാർ അഡ്വർടൈസ് ചെയ്യാൻ നേരത്ത് 7 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണിക്കും. അപ്പൊ നമ്മുടെ വീട്ടുകാരൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞ 7 ലക്ഷം രൂപയല്ലേ ഉള്ളൂ, 10 ലക്ഷത്തിന് താഴെ. നമ്മൾ ചെന്നതിന്റെ ഒരു ടോപ്പ് എൻഡ് മോഡൽ നമ്മൾ രജിസ്ട്രേഷനും റോഡ് ടാക്സും ഇൻഷുറൻസും എല്ലാം കൂടെ ചോദിച്ചു വരുമ്പോൾ ഏതാണ്ട് 12 രൂപ 13 ലക്ഷം രൂപ വില വരുന്ന സ്ഥിതിയിലേക്കാണ് വരുന്നത്. അത്രയ്ക്ക് മാത്രം ടാക്സ് വരുന്നു എന്നുള്ള ആ പറഞ്ഞതിൽ വളരെ വലിയ സത്യമാണ്. അത് ഗവൺമെന്റിന്റെ ടാക്സ് സ്ട്രക്ചറിനെ കുറിച്ച് തീർച്ചയായിട്ടും പല മേഖലകളിൽ നിന്നും അത് ആലോചിക്കേണ്ടതായിട്ട്. ഇപ്പം നമ്മൾ ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ GSTയിൽ നമ്മൾ സെൻട്രൽ ഗവൺമെന്റിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. GSTയിൽ ശരിക്കും പറഞ്ഞാൽ തീരുമാനം എടുക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിനെക്കാളും സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്റെ എല്ലാ ഫിനാൻസ് മിനിസ്റ്റേഴ്സും അതിനകത്ത് ഉൾപ്പെടുത്തിയുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമുക്കൊരു രസത്തിന് വേണ്ടി ട്രോൾ ചെയ്യാം, പഴംപൊരിക്ക് വരെ ടാക്സ് വെച്ചു, അത് പറയാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററിന് അവിടെ ചെന്ന് പറയാം, അതിന് എഗെയിൻസ്റ്റ് വോട്ട് ചെയ്യാം, മറ്റുള്ള ഫിനാൻസ് മിനിസ്റ്ററിനെ കൊണ്ട് റാലി ചെയ്ത് ആ ഡിസിഷൻ ശരിക്കും പറഞ്ഞാൽ അത് ചെയർ ചെയ്യുന്നത് ഫിനാൻസ് മിനിസ്റ്റർ ആണെന്നുള്ളത് വാസ്തവം തന്നെയാണെങ്കിലും ഡിസിഷൻ കംപ്ലീറ്റ് ഫെഡറലിസം ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ GSTയിൽ ഇംപ്ലിമെന്റ് ഇൻക്ലൂഡ് ചെയ്തത് കാരണം എല്ലാവരും കൂടെ ചേർന്ന് എടുക്കുന്ന ഡിസിഷനാണ്. ആ ഡിസിഷനിൽ ഈ GSTയിൽ ഓട്ടോമൊബൈൽസിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഹയസ്റ്റ് ടാക്സ് ബ്രാക്കറ്റായ 28%. ഇതിന്റെ ഈ ഓട്ടോമൊബൈൽ ടാക്സിന്റെ പ്രത്യേകത എന്നറിയോ? ഡ്യുവൽ ടാക്സേഷൻ ഉള്ള ഒരു വെർട്ടിക്കലാണ്. ഡ്യുവൽ ടാക്സേഷൻ, അതായത് GST എന്ന് പറയുന്ന സെൻട്രലൈസ്ഡ് ആയിട്ട് ഇന്ത്യ ഒത്തുക്കെ പാൻ ചെയ്ത് കിടക്കുന്ന ഒരു ടാക്സ് അതിനകത്തുണ്ട്. അതാണ് ഞാൻ ഈ പറയുന്ന 28% എന്നുള്ള കമ്പോണന്റ്. അതിന്റെ കൂടെ ഒരു സെസ്സും ഉണ്ട്. എനിക്ക് തോന്നുന്നു സ്മോൾ കാസിന് 1 to 2%, ലക്ഷറി ഹൈ എൻഡ് വെഹിക്കിൾസിന് ഏതാണ്ട് 22% ഒക്കെയാണ് ഒരു സെസ് വരുന്നത്. ഇത് കംപ്ലീറ്റ് ശരിക്കും പറഞ്ഞ ഒരു GST കളക്ഷൻ, അതായത് യൂണിഫൈഡ് ആയിട്ട് പാൻ ഇന്ത്യയിൽ കളക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് തന്നെ ആ GST റവന്യൂ സെൻട്രൽ ഗവൺമെന്റ് കിട്ടിയാൽ അതിൽ ഡിവല്യൂഷൻ ഓഫ് സ്റ്റേറ്റ്സും ഉണ്ട്, സ്റ്റേറ്റ്സിനും കൊടുക്കുന്നുണ്ട്. അപ്പൊ GST കളക്ട് ചെയ്യുന്ന പൈസയും സ്റ്റേറ്റിന് കിട്ടി. അപ്പൊ GSTയുടെ 28% സ്റ്റേറ്റും കൂടെ ഉത്തരവാദി ആണ് എന്നുള്ളത് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞു വെക്കുന്നുള്ള ഒരു കാര്യം. രണ്ടാമത്
സ്റ്റേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏതാണ്ട് ഡ്യുവൽ ടാക്സേഷൻ എന്ന് പറയുന്നത് അതാണ്. അത് സ്റ്റേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ചില ടാക്സുകൾ രണ്ടാമത് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? റോഡ് ടാക്സ്, രജിസ്ട്രേഷൻ, ഇതെല്ലാം സ്റ്റേറ്റിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് അത് വേരി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കാറിന്റെ വില ഭയങ്കരമായിട്ട് കയറി എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതിൽ അദ്ദേഹം പറയുന്നത് ഏതാണ്ട് 1 ലക്ഷം എങ്കിലും ഒരു വരുമാനമുള്ള, അല്ലെ അങ്ങനെയല്ലേ പറയുന്നത്, 1 ലക്ഷം എങ്കിലും വരുമാനമുള്ള ഫാമിലിക്ക് മാത്രമേ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? ഒരു 10 ലക്ഷം എന്നുള്ള കാർ, അതായത് 12 ലക്ഷമെങ്കിലും ഒരു കൊല്ലം ഫാമിലിക്ക് കിട്ടിയാൽ മാത്രമേ ഒരു 10 ലക്ഷത്തിന്റെ കാർ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതാണ്ട് 12% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യക്ക് മാത്രമേ കാറിലേക്കുള്ള അക്സസിബിലിറ്റി ഉള്ളൂ. അത് കാരണം ഏതാണ്ട് സ്റ്റാഗ്നേഷൻ ആയി എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം പറഞ്ഞത്. ദാറ്റ് ഇസ് ഓൺ ഇല്ല എന്നുള്ള രീതിയിലേക്കാണ് അത് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇറങ്ങിയിട്ട് ഒരുപാട് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് മേടിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഞാൻ എം നോട്ട് എ ഗ്രേറ്റ് ഫാൻ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് റൈറ്റ് നോ. എനിക്ക് അറിഞ്ഞൂടാത്തതിൻ്റെ ഒരു കാര്യമുണ്ട്, അത് ഫ്യൂച്ചർ ഇലക്ട്രിക് വെഹിക്കിൾസ് ആയിരിക്കാം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നമ്മളെപ്പോഴും മൂർസ് ലോ അല്ലെങ്കിൽ ടെക്നോളജിയെ കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്, എവറി 6 months ടെക്നോളജി ഗെറ്റ്സ് അപ്ഗ്രേഡഡ്, അല്ലേ? ഇപ്പോഴുള്ള ബാറ്ററി ആയിരിക്കണോ അല്ല 6 മാസം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഫെസിലിറ്റീസ്, അതായത് കാർ ഹാസ് ബിക്കം മോർ ഓഫ് എൻ ഇലക്ട്രോണിക് പ്രോഡക്റ്റ്. കാർ മെക്കാനിക്കൽ പ്രോഡക്റ്റ് നിന്ന് മാറി. മെക്കാനിക്കൽ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഏത് കാലവും നമുക്ക് അത് തിരിച്ച് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ അംബാസഡർ ഇന്നും നമുക്ക് അതിനകത്ത് പണിയാം. അതായത് ഫോർജ് ചെയ്ത് ഒരു മെറ്റൽ ഉണ്ടാക്കി അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു എഞ്ചിനെ തന്നെ റീപ്ലിക്കേറ്റ് ചെയ്യണ ഒരു എഞ്ചിനീയറിംഗ് ടെക്നോളജി നമുക്കുണ്ട്. പക്ഷേ ഈ ഇലക്ട്രോണിക്സിന് ഒബ്സലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് യാതൊന്നും ചെയ്യാനില്ല എന്നാണ്. 7 രൂപയുടെയും 8 ലക്ഷം രൂപയുടെയൊക്കെ വെഹിക്കിളിന് ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ സെയിം മോഡൽ, ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു മോഡൽ, അതേ മോഡൽ ഇലക്ട്രിക് വെഹിക്കിൾ ആകുമ്പോഴത്തേക്കും 13 ലക്ഷവും 14 ലക്ഷവും ഒക്കെയാണ് ആ ഒരു എക്സ്ട്രാ ബമ്പപ്പ് വരുന്നത് എന്നുള്ളത്. ആ എക്സ്ട്രാ കാശ് നമ്മൾ ബാങ്കിൽ ഇട്ടാൽ അതിന്റെ ഇൻട്രസ്റ്റിന് പെട്രോൾ അടിച്ച് പോകാം എന്നുള്ള രീതിയിലേക്ക് തന്നെ കാറുകൾ മാറി എന്നുള്ള. അത് മാത്രമല്ല, ഈ കാറിന്റെയൊക്കെ റീസെയിൽ വാല്യൂ എങ്ങനെയാണ് പറയുന്നത് അറിയില്ല. ഇപ്പൊ ഞാനിപ്പോൾ ഒരു ഇലക്ട്രിക് കാർ എടുക്കാൻ നേരത്ത് ഞാൻ പുതിയൊരു ഇലക്ട്രിക് കാർ എടുക്കാൻ പോവോ 2 കൊല്ലം പഴക്കമുള്ള ഇലക്ട്രിക് കാർ എടുക്കാൻ പോവോ എന്നുള്ളത് ഇപ്പോഴും നമുക്കൊരു അതിശയമായിട്ട് ഇരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇന്നും ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ ഒരു പിഞ്ച് ഓഫ് സോൾട്ടോട് കൂടിയാണ് കാണുന്നത്. അതിന്റെ ഇപ്പോൾ RC ഭാർഗവയുടെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആ മനുഷ്യന്റെ വാക്കുകൾ കൂടെ കേട്ടപ്പോൾ നമ്മൾ ആലോചിക്കുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാർ സെയിൽസ് തന്നെ ഇങ്ങനെയാണ്. അതിന്റെ കൂടെ തന്നെ ഈ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ റീസെയിൽ വാല്യൂ കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഓട്ടോമൊബൈൽ സെക്ടർ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ അറിയില്ല. ഇനി BYDയുടെയും ടെസ്ലയുടെയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് വരാൻ പോകുന്നു. ടെസ്ല ഇന്ത്യയിൽ വന്ന് ഫ്ലറിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ട്രേഡ് പോളിസിയിൽ നമ്മൾ ചിലപ്പോൾ ടാക്സ് കുറയ്ക്കേണ്ടി വരും. ഈ എല്ലാ അൺസർട്ടനിറ്റി കൂടെ ഓട്ടോമൊബൈൽ സെക്ടറിന്റെ മുകളിൽ നിൽക്കുന്നുണ്ടെന്നുണ്ട്. ബട്ട് ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ദർ ആർ നോ സ്റ്റോക്സ്, അല്ലെങ്കിൽ സ്റ്റോക്സ് അതിനകത്ത് വെൽത്ത് ക്രിയേഷൻ നടക്കുന്നു, റിട്ടേൺ തരില്ല എന്നുള്ളതല്ല നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. ബട്ട് ആ ഇൻഡസ്ട്രി നിങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ ബ്ലൈൻഡ് ആയിട്ട് എടുക്കാതെ ഒന്നും അവിടെ ആലോചിച്ച് വേണം ഇത് മുന്നോട്ട് പോകാൻ എന്നുള്ളത് നമ്മളൊരു പ്രിഫേസിൽ പറഞ്ഞു വയ്ക്കുന്നത്. നമ്മൾ തെറ്റിക്കോട്ടെ, നമ്മൾ വീണ്ടും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്റെ മുന്നിലോ ജനങ്ങളുടെ മുന്നിലോ നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താ പറയണമെന്ന് അറിയോ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ഓരോ പെർസ്പെക്റ്റീവിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അതായത് നെഗറ്റീവും പോസിറ്റീവും ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റാൻഡ്സും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ജുഡീഷ്യസ് ആയിട്ടും റാഷണൽ ആയിട്ടുള്ള ഡിസിഷൻ പോവാം. ഞങ്ങൾ പറയുന്നത് അപ്പാടെ വിഴുങ്ങണം എന്ന് ഒരിക്കലും പറയില്ല, ബട്ട് മറ്റൊരു ആംഗിൾ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. യെസ് സാർ, അതിനകത്ത് നമ്മൾ എക്സ്പോർട്ടിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ടിലാണ് കൂടുതൽ റവന്യൂ കമ്പനിക്ക് ഉണ്ടായിരിക്കുന്നത്. ഡൊമസ്റ്റിക് സെയിൽസ് കാര്യമായിട്ടുള്ള ഒരു കുറവ് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കമ്പനിയുടെ മാനേജ്മെന്റ് കമന്ററിയും ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സ് കൂടി അറിഞ്ഞതിന് ശേഷം മാരുതി സുസുക്കി അടക്കമുള്ള കമ്പനികളെ വിലയിരുത്തുക, അല്ലെങ്കിൽ അത്രയും വലിയൊരു കമ്പനിയാണ് അതിന്റെ മറ്റൊരു വശം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. കമ്പനിയുടെ ക്വാർട്ടർലി നമ്പേഴ്സിന് ശേഷം ബ്രോക്കറേജുകളൊക്കെ തന്നെ ഒരു മിക്സഡ് ആയിട്ടുള്ള വ്യൂ ആണ് നൽകിയിരിക്കുന്നത്. ബോഫ സെക്യൂരിറ്റീസ് ഇപ്പോഴും മാരുതിയുടെ Q4 റിസൾട്ടിന് ശേഷവും ഓഹരിയിൽ ബുള്ളിഷാണ്. പക്ഷേ പല ബ്രോക്കറേജുകളും അവരുടെ ടാർഗറ്റ് മേ ബി കുറയ്ക്കുന്ന ഒരു രീതിയിലേക്ക് പോയേക്കാം എന്നുള്ള ഒരു കോഷ്യസ് സ്റ്റാൻസ് ആണ് ലഭിക്കുന്നത്. മാരുതിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ചാർട്ടിൽ ചെയ്യുന്നത്. ഒരു വലിയ ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രെൻഡോ കാര്യങ്ങളോ ഒന്നും തന്നെ മാരുതിയുടെ ചാർട്ടിലില്ല. ആ ഒരു കൺഫ്യൂഷൻ, എനിക്ക് തോന്നുന്ന ഒരു കൺഫ്യൂഷൻ എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട്. ആ ചാർട്ടും അത് തന്നെ. കാരണം എല്ലാ ആളുകളുടെയും കൂടെ ഒരു മാസമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ആണല്ലോ ഈ ചാർട്ടിലും കാണുന്നത്. അങ്ങനെ ഈ ചാർട്ടിലും വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു വെയിറ്റ് ആൻഡ് വാച്ച് സിറ്റുവേഷൻ ആണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കിപ്പോൾ യാതൊരു ക്ലൂവും തരുന്നില്ല. ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 11,000 അടുത്താണ്. അപ്പോൾ ആ 11,000 അടുത്ത് സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോൾ അവിടെ വാച്ച് ചെയ്യുക, ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യുക. ഈവൻ നല്ലൊരു റെസിസ്റ്റൻസ് പോയിന്റ് ഒരു ഷോർട്ട് ടൈം വ്യൂല് 13,500 ആണ്. ബട്ട് ഇമ്മീഡിയറ്റ്ലി നമുക്ക് പറയാനായിട്ട് 12,000 ലെവലിൽ ഒരു റെസിസ്റ്റൻസ് ലെവലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ 11,000 എന്ന് പറയുന്ന ഷോർട്ട് ടൈം സപ്പോർട്ട് പോയിന്റിൽ വാച്ച് ചെയ്യുക. എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ഒക്കെ വരാനുള്ള സാധ്യത, കാരണം വോളിയം അതിനെയൊന്നും കൺഫേം ചെയ്യുന്നില്ല. വോളിയം ഇപ്പോഴും കുറവാണ്.
ആവറേജ് വോളിയത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ കുറവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം മാരുതിയെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ളതുപോലെ തന്നെ ചാർട്ടിലും വലിയ ക്ലിയർ ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് ഇല്ല. ഈ ലെവൽസ് ഒക്കെ ക്രൂഷ്യലാണ്. 11,000 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ ലെവൽ നമ്മൾ വാച്ച് ചെയ്യുക. മാർക്കറ്റിലെ മാസ് പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ആ പോസിറ്റീവായിട്ടുള്ള വലിയ മൂവ്മെന്റ്സ് വന്നാൽ മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് ഒരു പുൾ ബാക്ക് റാലി പറയാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ വാച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്.